നോട്ട് ടു മിനിസ്റ്റർ. എങ്ങനെ ശുശ്രൂഷിക്കരുത്. നിങ്ങളെല്ലാം ശുശ്രൂഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു മുന്നറിയിപ്പ് എന്ന പോലെ, ഒരു വാണിംഗ് എന്ന പോലെ ഞാൻ പറയാം, എങ്ങനെ ശുശ്രൂഷിക്കരുതെന്നും കൂടെ നിങ്ങളത് പഠിക്കണം. അതിൻ്റെ അർത്ഥം ആരെങ്കിലും തെറ്റായിട്ട് ശുശ്രൂഷിക്കുന്നെങ്കിൽ ഇന്ന് തിരുത്തിക്കണം. അതിനുവേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ശുശ്രൂഷകന്മാരാകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, മാതൃകയായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എവിടെയെല്ലാം മാതൃകയായിരിക്കണമെന്നും നമ്മൾ കണ്ടു, വിശദമായിട്ട് നമ്മൾ കണ്ടു, വ്യക്തമായിട്ട് കണ്ടു. ഇന്ന് എങ്ങനെ ശുശ്രൂഷിക്കരുത് എന്നുള്ളതിൽ ആദ്യത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, ഡു നോട്ട് നിഗ്ലക്റ്റ് പേഴ്സണൽ പ്യൂരിറ്റി. നിങ്ങളുടെ വ്യക്തിപരമായ വിശുദ്ധി അവഗണിക്കരുത്. അല്ലായെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തെ അവഗണിക്കരുത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ശുശ്രൂഷ പുറത്ത്, സ്റ്റേജിൽ, സഭയിൽ ഒക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ പേഴ്സണലി, വ്യക്തിപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പല കാര്യങ്ങളെയും അവഗണിക്കും, അല്ലേ? അവിടെ നമ്മൾ നല്ലവണ്ണം ഓർക്കണം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാം വാക്യം പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് പറയുന്നൊരു പരാമർശമുണ്ട്. 1 കൊരിന്ത്യർ 9:27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊല്ലരുതാത്തവനായി പോകാതിരിക്കണതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. കണ്ടോ, പൗലോസ് ഒരു കാര്യം പറയാം, ഞാനേ ഈ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷമേ കൊല്ലരുതാത്തവനായിട്ട് തീരരുത്. അങ്ങനെ തീരാതിരിക്കണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അത് സിമ്പിൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ഡിസിപ്ലിൻ മൈസെൽഫ് എന്നാണ്. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തെ ഉൾപ്പെടെ ഞാൻ എന്ത് ചെയ്യുന്നു? ശരിക്കും ഒന്ന് ശിക്ഷണം ചെയ്ത് വളർത്തിക്കൊണ്ടുവരിക. അതായത് എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കത്തില്ല, എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ ശരീരത്തെ ഞാൻ കൊണ്ടുപോകത്തില്ല. എന്ത് ചെയ്യുന്നു? ഞാൻ ചില വിലക്കുകൾ വെച്ചിട്ടുണ്ട്, അല്ലേ? ഞാൻ ചില പരിധികൾ വെച്ചിട്ടുണ്ട്, ഞാൻ ചില ക്രമീകരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ആ ക്രമീകരണങ്ങൾ ഞാൻ പാലിക്കും. ശരിയാണോ? അല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശുശ്രൂഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തങ്ങളുടെ വ്യക്തി ജീവിതത്തെ എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധി നമ്മൾ പാലിക്കണം. ഒരു കാര്യം ഓർത്തോണം, നിങ്ങളൊരു നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസിയായിട്ട് സഭയിൽ വന്നിരുന്നാൽ പിശാചിന് വലിയ കണക്കൊന്നുമില്ല. പക്ഷെ നിങ്ങൾ സഭയിൽ എന്തെങ്കിലും ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങൾ ഒരുമ്പെട്ടാൽ പിശാചിൻ്റെ വിധം മാറും. അവന് പിടികിട്ടും നിങ്ങളൊരു തലവേദനയാണ് അവന്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അവൻ അത്രയും നാൾ നിങ്ങളെ കാണുന്ന പോലെയല്ല പിന്നെ കാണുന്നത്. ഞാൻ സത്യം കൂടെ പറയാം, നിങ്ങൾ ഈ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് വലിയ പ്രശ്നമില്ലായിരുന്നു, നിങ്ങളെപ്പറ്റി നിങ്ങൾ വലിയ ത്രട്ടല്ലായിരുന്നു പിശാചിന്. പക്ഷേ നിങ്ങളിതൊക്കെ പഠിച്ച് കർത്താവിൻ്റെ വേല ഏതെങ്കിലും തരത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുമ്പെടുമ്പം പിശാച് അടങ്ങിയിരിക്കത്തില്ല. അവൻ പതുക്കെ എന്ത് ചെയ്യും? അവൻ്റെ പരിപാടി തുടങ്ങും. അതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തെയാണ്. നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. നീ ഉപദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം, പക്ഷെ ആദ്യം സൂക്ഷിക്കേണ്ടത് നീ നിന്നെ, അല്ലേ? ഇന്ന് നമ്മളെല്ലാം ഓടി കടന്ന് ഉപദേശിക്കുക, ഓടി കടന്ന് ശുശ്രൂഷിക്കുക. പക്ഷേ ആദ്യം അത് രണ്ടിന് മുമ്പേ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ആരെയാ? എന്നെ. പൗലോസ് പറയുക, അതെ ഞാൻ ഈ മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ടേ പിന്നെ ഞാൻ കൊള്ളാത്തവനായി പോയാൽ പിന്നെ എന്തോ ഗുണം? അതുകൊണ്ടെന്താ ഞാൻ ചെയ്യുന്നത്? ഞാൻ എന്നെ തന്നെ വളരെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. എൻ്റെ അർത്ഥം ഐ ഡിസിപ്ലിൻ മൈസെൽഫ്. ഞാൻ ഒട്ടും എന്താ പറഞ്ഞത്, ഒരു ദാക്ഷിണ്യമില്ലാതെ ഞാൻ എന്നെ തന്നെ ശിക്ഷണം ചെയ്ത് വളർത്തിക്കൊണ്ടുവരിക. ഐ ആം ഡിസിപ്ലിനിങ് മൈസെൽഫ്, അല്ലേ? അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്തിരിത്തോട്ടം സൂക്ഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം മുന്തിരിത്തോട്ടം സൂക്ഷിച്ചോണം. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാം? സ്വന്തം വീട് മൊത്തം കാട് കയറി കിടക്കുക, നാട്ടുകാരുടെ എല്ലാം മുറ്റം വൃത്തിയായി കൊടുക്കുക. നമ്മൾ അവൻ്റെയൊക്കെ മുറ്റം വൃത്തിയാവും, ശരിയാ. പക്ഷേ ആരെങ്കിലും നമ്മുടെ വീട് കാണാൻ വന്നാലോ മൊത്തം കാട് കയറി ആകെ കയറി, ഇത് ഇവിടെ ഒരു പണിയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇന്ന് പലരുടെയും പ്രശ്നം. നമ്മൾ പോയി പലരുടെയും തോട്ടം വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ തോട്ടം ചെറുകുറുക്കന്മാരൊക്കെ കയറി അങ്ങ് താമസമായിരിക്കുക, വല്ലപ്പോഴും ചാടി പോവുമല്ല അതിലേ അങ്ങ് താമസമായിരിക്കും നമ്മുടെ തോട്ടത്തിൽ, അല്ലേ? ഈ കുറുക്കന്മാരെയൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് പിടിച്ച് കെട്ടണം. ഇതാ പറയുന്നത്. ഓക്കെ.
നമുക്കെപ്പോഴും ധൈര്യമായിട്ട് പറയാൻ കഴിയണം, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾക്കും എന്നെ അനുകരിക്കാം എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകും. പക്ഷെ പലപ്പോഴും നമുക്കത് മാത്രം പറ്റും. നമ്മളെല്ലാം ക്രിസ്തുവിനെ അങ്ങ് എല്ലാവരെയും അനുകരിച്ചോണം, പിന്തുടർന്നോണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പിടിപ്പിക്കും. പക്ഷേ പൗലോസ് തൻ്റെ ഇടമായിട്ട് പറഞ്ഞു, ഇമിറ്റേറ്റ് മീ ആസ് ഐ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. അതായത് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായിരിക്കും എന്ന പൗലോസ് പറഞ്ഞു. അത്രയ്ക്ക് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നു പൗലോസിന്. കാരണം പൗലോസിന് അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നു, ഞാൻ യേശുവിനെ പോലെയാണ് ഞാൻ ജീവിക്കുന്നത്, അവിടെ എന്നെ നോക്കി ഒരാൾ ജീവിച്ചാൽ തെറ്റത്തില്ല. ഇന്ന് നമ്മളെന്താ പറയുന്നതെന്നറിയാമോ? നമ്മളൊരുത്തന്നെ സഭയിലോട്ട് കൊണ്ടുവന്ന് ആദ്യം കൊടുക്കുന്ന ഉപദേശം എന്താ പറയുക? ദേ സഹോദര സഹോദരി, ഈ ലോകത്ത് ഒരു മനുഷ്യനെയും നോക്കരുത്, നേരെ എങ്ങോട്ട് നോക്കിക്കോണം? മുകളിലോട്ട് നോക്കിക്കോണം. അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. പൗലോസാണെ പറയും, അല്ല, എന്നെ നോക്കി ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ അത് തെറ്റത്തില്ല. കാര്യം എന്താ? ഞാൻ യേശു ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. അത് പറയാനുള്ള തൻ്റെ ഇടം പൗലോസിനുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ തൻ്റെ ഇടം ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്, എന്നെ പോലും നിങ്ങൾ നോക്കരുത്. പലരും പറയുന്നതാണ് മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ, എന്നെയും നിങ്ങൾ നോക്കണ്ട. സത്യം പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ലജ്ജാവോ അങ്ങനെ പറയേണ്ടി വരുന്നത്. എന്നെ എന്താ നോക്കിയാൽ അല്ലേ? നമ്മളെല്ലാവരും മുൻകൂർ ജാമ്യം എടുത്ത് പറയും, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ സഭയെ വരുന്നതൊക്കെ ശരി, പക്ഷേ ഇവിടെ ഒരു മനുഷ്യരെയും നിങ്ങൾ നോക്കരുത്, ഒരു ദൈവദാസനെയും നിങ്ങൾ നോക്കരുത്, ഈ എന്നെയും നിങ്ങൾ നോക്കരുത്, യേശുവിനെ നോക്കണം. ഇത് കേൾക്കുമ്പോൾ വേണ്ട വലിയ കാര്യമാണെന്ന് വിചാരിക്കും. പക്ഷെ പൗലോസാണ് നേരെ തിരിച്ചു പറയും, നിങ്ങൾ എന്നെ നോക്കി എന്നെ അനുകരിക്കുക, ഞാൻ ദൈവത്തെ അനുകരിക്കുന്നത്, ഞാൻ യേശുവിനെ അനുകരിക്കും, തെറ്റത്തില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം ആർക്കുണ്ടായിരുന്നു? പൗലോസിനുണ്ടായിരുന്നു. നമുക്കും അതുപോലെ പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. ഇനി പലപ്പോഴും നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന ചില അനുഗ്രഹങ്ങൾ, ചില പെട്ടെന്നുണ്ടാകുന്ന ചില ഉയർച്ചകൾ അല്ലേ, ചില സക്സസസ് അല്ലേ, ചില ബ്ലെസ്സിങ്സ്, അതിൽ പെട്ടെന്ന് നിങ്ങളുടെ കണ്ണ് കുരുടായി പോരുത്. ഇന്ന് ഒത്തിരി പേർക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ശുശ്രൂഷയിൽ നമ്മുടെ കാലെടുത്ത് അങ്ങോട്ട് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങുമ്പം പെട്ടെന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ, നമ്മൾ എന്താ പറഞ്ഞ ചിന്തിക്കാത്ത തരത്തിൽ ചില അനുഭവങ്ങൾ നമുക്ക് ദൈവം തരും, ചില അനുഗ്രഹങ്ങൾ നമ്മൾ ശുശ്രൂഷ മുഖാന്തരം ദൈവം തരും. അത് തരുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറിയാതെ ഉണ്ടാവുന്നൊരു സാധ്യത എന്താണെന്നറിയാമോ? ഈ പിശാചിനെ പറ്റി ഞാൻ ചുമ്മാ തമാശ പറയാറുണ്ട്. ഈ ചിലരെ പിശാച് ഇങ്ങനെ പുറകോട്ട് പിടിച്ചാൽ നിൽക്കത്തില്ല, ഇങ്ങനെ പുറകോട്ട് പിടിക്കും. ആ ചിലരെ പിശാചിനറിയാം, ഒരു ഉന്ത് മുന്നോട്ടം കൊടുക്കും. അപ്പോഴെന്താണെന്നറിയാമോ? നല്ല സ്പീഡിൽ ഫ്രണ്ടിലോട്ട് പോകും. പക്ഷേ എങ്ങോട്ടായി പോകുന്നത്? നേരെ ഒന്ന് മൂക്കും കുത്തനെ വീഴും. അപ്പം നിങ്ങൾ ഈ അവൻ ഉന്തി സ്പീഡിലാണോ പോകുന്നതെന്നുള്ള ഓർത്തോണം. ഒരുപാട് സ്പീഡിൽ പോവുകയാണെങ്കിൽ ഉറപ്പാണ് എന്താ? മൂക്കിടിച്ച് വീഴും. അവിടുത്തെ സ്പീഡ് കുറച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ശുശ്രൂഷ എന്നത് പിശാചാണോ ദൈവമാണോ എന്ന്. ചിലപ്പോഴെങ്കിലും പിശാചും എന്ത് ചെയ്യാം, അല്പമൊക്കെ ചെറിയൊരു പ്രൊമോഷനൊക്കെ നമുക്ക് തരും. എന്തുവാ, നമുക്ക് പെട്ടെന്നങ്ങ് നികളം വന്നിട്ടങ്ങ് വീണോളും. എളുപ്പമുണ്ട്, അതല്ലേ രസം അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ വളരെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ശുശ്രൂഷയിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ, ചില അനുഗ്രഹങ്ങൾ അല്ലേ, ചില വിടുതലുകൾ, അത് നമ്മളെ എന്ത് ചെയ്യരുത്? നികളത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകരുത്. അങ്ങനെ ഒരു വലിയ സാധ്യതയുണ്ട്. ഇനി ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ ശുശ്രൂഷയിലൂടെ ഒരു പക്ഷേ ഒരനുഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ, ഒരു വ്യക്തിക്കൊരു സൗഖ്യം വരുന്നു, ഒരാൾക്കൊരു വിടുതലുണ്ടാകുന്നു, ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നു എന്നുള്ളത് നമ്മുടെ ശുശ്രൂഷയെ ദൈവം അങ്ങ് അപ്രൂവ് ചെയ്തു, അതിനെ അംഗീകരിച്ചു എന്നുള്ളതിന് തെളിവല്ല. ഒന്നുകൂടെ പറയാം, എ ബ്ലെസ്സിങ് ഇൻ യുവർ മിനിസ്ട്രി മൈ നോട്ട് ബി എൻ അപ്രൂവൽ ഫ്രം ഗോഡ്. ദൈവം അപ്രൂവ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ല നിങ്ങളിലൂടെ നടന്ന ആ സംഭവം. ഉദാഹരണത്തിന്, നിങ്ങൾ പോയൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഡോക്ടർമാരെല്ലാം കൈവിട്ട ഒരു രോഗിയായിരുന്നു. ആരാണ്ട് പറയും, നിങ്ങൾ അങ്ങോട്ട് വന്ന് കയറി എന്തേലും അങ്ങ് കയറി ഒരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു, ആ രോഗിക്ക് അങ്ങ് സൗഖ്യം വന്നു. അപ്പം നിങ്ങൾ ചാടിക്കയറി, കണ്ടോ ഞാൻ എത്ര മഹാൻ, കണ്ടോ എത്ര ഡോക്ടർമാർ ചികിത്സിച്ച, എത്ര ദേവദാസന്മാർ, ഈവൻ ഞങ്ങളുടെ ദേവദാസം പോലും ചെന്ന് പ്രാർത്ഥിച്ചിട്ടും വിടുതലൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ ചെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് രാത്രി എഴുന്നേറ്റ് കഞ്ഞി കുടിച്ചു, അടുത്ത ദിവസം നാട്ടിൽ ഇവിടെ ആരാധനയ്ക്ക് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ ഒന്ന് പൊങ്ങും. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അവിടെ ആ സൗഖ്യം ദൈവം കൊടുത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ ശുശ്രൂഷയെ ദൈവം അംഗീകരിച്ചത് കൊണ്ടല്ല. ആ പാവപ്പെട്ട ഉള്ളുകൊണ്ട് നിലവിളിക്കുകയായിരുന്നൊരു സൗഖ്യത്തിന് വേണ്ടി. കാര്യം മനസ്സിലായോ? ചിലപ്പോൾ അതൊരു രക്ഷിക്കപ്പെടാത്തൊരു ഒരുത്തനായിരിക്കും, വെള്ളമൊടിച്ച് കിടക്കുന്ന പാവം ഭാര്യ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആ സഹോദരിയുടെ നിലവിളിക്ക് ഉത്തരമായിട്ട് ദൈവം കരുണ തോന്നി സൗഖ്യം കൊടുത്തതാ. അതാണ് സത്യം അല്ലേ? പക്ഷെ നിങ്ങളെന്താ ചിന്തിച്ചത്? എടാ ഞാൻ പോയി കൈവച്ച് പ്രാർത്ഥിച്ചപ്പം സൗഖ്യം വന്നു. നോക്കണേ, വ്യത്യാസം കണ്ടോ?
നമുക്കത് പക്ഷേ അംഗീകരിക്കാൻ വലിയ പ്രയാസം. നമ്മൾ പറയും ഇല്ലില്ലില്ല, ഞാൻ പോയി കൈവച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാത് സൗഖ്യം വന്നത് അല്ല. നീ പോയി കൈവച്ചെന്നുള്ളതും പ്രാർത്ഥിച്ചെന്നുള്ളതും സത്യമോ, പക്ഷേ ആ വ്യക്തി സൗഖ്യം പ്രാപിച്ചത് ദൈവം അവനോട് കരുണ ചെയ്തിട്ടാണ്. ഇതൊരു വലിയ സത്യം ഓർത്തണം. യുവർ ബ്ലെസ്സിങ് ഇൻ മിനിസ്ട്രി ഡസൻറ്റ് ഹാവ് ടു ബി എൻ അപ്രൂവൽ ഓഫ് ഗോഡ് ഓഫ് യുവർ മിനിസ്ട്രി. നിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള അപ്രൂവൽ ആവണമെന്നില്ല. കാരണം ഇന്ന് പലപ്പോഴും ശുശ്രൂഷയിൽ ദൈവം പലപ്പോഴും ചില അത്ഭുതങ്ങളോ ചില അനുഗ്രഹങ്ങളോ ചെയ്തതിന് ഒന്ന് കാരണം ദൈവത്തിൻ്റെ മനസ്സലിവാണ്. അറിയാമോ, ദൈവത്തിൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ഒരു കാര്യം അപേക്ഷിച്ചാൽ, പ്രത്യേകിച്ച് ഒരു രോഗിയോ ഒരു കുഷ്ഠരോഗിയോ അല്ലെങ്കിൽ യേശുവിൻ്റെ സമയത്തെ കാര്യം നമുക്കറിയാലോ, വലിയ ജനക്കൂട്ടത്തെ പോലും കാണുമ്പോൾ യേശുവിന് എന്താ ഉണ്ടാവുന്നത്? മനസ്സലിവ്. അപ്പോൾ യേശു മനസ്സലിഞ്ഞിട്ട് ജനങ്ങളെ തൊടും. അന്നും തൊട്ടിരുന്നു, ഇന്നും തൊടും, അല്ലേ? അപ്പം യേശു തൻ്റെ മനസ്സലിവ് കൊണ്ട് ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ? നിങ്ങളുടെ കൃപയും നിങ്ങളുടെ വരവും നിങ്ങളുടെ എന്തോ മിടുക്കുകൊണ്ട് സൗഖ്യം നടന്നു എന്നോ അല്ലെങ്കിൽ വിടുതൽ നടന്നു എന്നൊക്കെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ വളരെ 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 സൂക്ഷിച്ചോണം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ യേശു നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചതേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞ പോലെ യേശു ആണ് സൗഖ്യമാക്കിയത്, എനിക്കതിനകത്ത് റോളും ഇല്ല, എന്നെ ജസ്റ്റ് ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചാണോ? അതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന് ഉപയോഗിക്കാൻ മനുഷ്യൻ തന്നെ വേണമെന്നില്ല. അറിയാമോ, ഒരിക്കലും കഴുത ഉപയോഗിച്ചു, ശരിയല്ലേ? ഒരിക്കൽ ദൈവദാസനോട് സംസാരിക്കാൻ കഴുത ഉപയോഗിച്ചു ദൈവം. അപ്പം ദൈവത്തിന് കഴുത ഉപയോഗിക്കാമോ? ഉപയോഗിക്കാം. അടുത്തത്, യോബിനെ ദണ്ഡിപ്പിക്കാൻ ആരെ ഉപയോഗിച്ചത്? സാത്താനെ ഉപയോഗിച്ചു. യോനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആരെയൊക്കെ ഉപയോഗിച്ചു? തിമിംഗലത്തെ മാത്രമല്ല, ആവണക്കിനെ ഉണക്കാനൊരു സാധനത്തെയും, അല്ലേ, പലതിനെയും ഉപയോഗിച്ചു. അപ്പം ദൈവത്തിന് ആരെ വേണേലും ഉപയോഗിക്കാം, ഈവൻ പിശാചിനെ പോലും. ആ കൂട്ടത്തിൽ നിങ്ങളെ കൂടെ ഉപയോഗിച്ചെങ്കിൽ നല്ല കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവം ഒന്ന് പ്രവർത്തിച്ചാൽ പെട്ടെന്ന് അത് നിങ്ങളുടെ മിടുക്കാണെന്ന് പറയരുത്. ഞാൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? പോയിന്റ് എന്താണ്? കാര്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ പറഞ്ഞാണ്, നിങ്ങളൊരു ശുശ്രൂഷയ്ക്ക്, ഒരു വചന ശുശ്രൂഷ തന്നെയാണ് നിങ്ങളെ ഒരു വീട്ടിലൊരു കെയർ സെല്ലിൽ, അല്ലെങ്കിൽ ഒരു ഭവന പ്രാർത്ഥനയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അരമണിക്കൂർ നിങ്ങളൊരു വചനം പറയാൻ നിങ്ങളെ ഏൽപ്പിച്ചാൽ, ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞത്, അതിൽ 2/3 ഭാഗം തന്നെ പ്രിപ്പയർ ചെയ്യണം, 1/3 വചനത്തിൽ നിന്ന് പ്രിപ്പയർ ചെയ്യണം. എഴുതി വെച്ചോ. 2/3 preparation of the preacher, 1/3 preparation of the material or the message. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ 3/3 എന്തുവാ മെസ്സേജാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നന്നായിട്ട് എനിക്ക് പറയണം, ഞാനുള്ള പുസ്തകം എല്ലാം മറിച്ച് നോക്കി, ഉള്ള നോട്ടെല്ലാം മറിച്ച് നോക്കി, വേണേൽ നെറ്റിലും കയറി നോക്കി, ഈ പറഞ്ഞ മറ്റേ ദേവദാസന്മാരുടെ CD ഇട്ട് കേട്ടു, എല്ലാം ഞാനെന്തോ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് ഞാനാണ് അവിടെ പ്രസംഗിക്കുന്നത്, എനിക്കൊരു 1 മണിക്കൂർ പ്രസംഗിക്കാനുള്ള സ്റ്റഫ് വേണം. പക്ഷേ ഒരു ദേവദാസൻ പറഞ്ഞു, നിനക്കിന്ന് വൈകിട്ട് പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ, നിനക്ക് 1 മണിക്കൂർ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ, നീ അതിൽ 2/3 ഭാഗവും നിന്നെ ഒരുക്കണം, 1/3 വൈകിട്ടത്തെ സന്ദേശം ഒരുക്കണം. കാര്യം മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അർത്ഥം, യുവർ പേഴ്സണൽ പ്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിൻ്റെ വ്യക്തിപരമായ നിൻ്റെ ഒരുക്കം, നിൻ്റെ വിശുദ്ധി, അത് വളരെ ആവശ്യമാണ്. 2, അപ്പോൾ ആദ്യത്തെ എൻ്റെ പോയിൻ്റ് എന്തായിരുന്നു? ഡു നോട്ട് നിഗ്ലെക്ട് പേഴ്സണൽ പ്യൂരിറ്റി. നിങ്ങളുടെ വ്യക്തിപരമായ വിശുദ്ധി അത് അവഗണിക്കരുത്, അത് വളരെ ഗൗരവമായി എടുക്കണം. 2, ഡു നോട്ട് ഫെയിൽ ഇൻ യുവർ ഫാമിലി റെസ്പോൺസിബിലിറ്റി. നിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നീ മാറി നിൽക്കരുത്. ഇത് വളരെ വളരെ പ്രധാനമാണ്. എനിക്ക് ഒത്തിരി സഹോദരിമാരെ അറിയാം, ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ബൈബിൾ എടുത്തുകൊണ്ട് അങ്ങ് പോകും. ഒന്നീ സഭയിലോട്ട് വരും, അല്ലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കും, അല്ലെ എല്ലാവരെയും വീട് കയറി അടക്കും, അല്ലെ പ്രവചിച്ചുകൊണ്ട് കിടക്കും, എന്തെങ്കിലും കാണിക്കും. പക്ഷേ വീട്ടിലിരിക്കുന്ന അങ്ങാർക്ക് തുള്ളി വെള്ളം കൊടുക്കത്തില്ല. എന്നോട് പല പുരുഷന്മാരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാഷയെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇവളോട് ആദ്യം എൻ്റെ വീട്ടിൽ ഭർത്താവിനെ അടങ്ങിയിരുന്ന് എനിക്ക് എന്തെങ്കിലും വെച്ച് വിളമ്പി തരാൻ പറ, എന്നിട്ടുള്ളൂ പോയി ശുശ്രൂഷിക്കട്ടെ. സത്യം പറഞ്ഞാൽ സത്യം. അപ്പോസ്തലൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ ആദ്യം വീട്ടിൽ നന്നായിട്ട് ഇരുന്നാൽ നിൻ്റെ നല്ല നടപ്പ് കണ്ടിട്ട് എന്ത് ചെയ്യും? നിൻ്റെ ഗുണപ്പെടാത്ത കെട്ടിയവനും എന്ത് ചെയ്യും? തിരിഞ്ഞു വരും. ഇന്ന് പല കെട്ടിയവന്മാരും ഗുണപ്പെടാത്ത കാര്യം എന്താണെന്നറിയാമോ? കർത്താവിന് മനസ്സില്ലാഞ്ഞിട്ടോ അവർക്ക് ഗുണപ്പെടാൻ മനസ്സില്ലാഞ്ഞിട്ടോ അല്ല, നിങ്ങളാ തടസ്സം. ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ശുശ്രൂഷ ഒന്ന് നിർത്തി വീട്ടിലൊന്നിരിക്കണം. അങ്ങനെ വല്ലപ്പോഴും ചില രുചിയായിട്ട് വല്ലതൊക്കെ വെച്ച് കൊടുക്കുകയോ ഒന്ന് വിളമ്പി കൊടുക്കുകയോ, വേണ്ട അവിടെ വെച്ചിട്ടുണ്ട് വേണേ എടുത്ത് തിന്നു മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് വേദോസ്തോത്രത്തിന് ഓടുകയല്ല ചെയ്യേണ്ടത്. യുവർ ഫാമിലി റെസ്പോൺസിബിലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
അത് ഭാര്യമാർക്ക് ഭർത്താവിനോടും മക്കളോടുമുള്ള ഉത്തരവാദിത്വം. ഇനി ഭർത്താക്കന്മാരോട് തീർച്ചയായിട്ടും, ഞാൻ പണ്ടൊരു ഹഗായിയുടെ ഒരു സെമിനാറിന് പോയപ്പം അവിടെ ഒരാൾ പഠിപ്പിച്ചു, ഗോഡ് ഫസ്റ്റ്, ദൈവം ആദ്യം. അതെ. അടുത്തത് ദെൻ യുവർ മിനിസ്ട്രി, ദെൻ യുവർ ഫാമിലി. ആദ്യം ദൈവം, പിന്നീട് അവൻ തന്ന ശുശ്രൂഷ, മൂന്നാമത് എൻ്റെ കുടുംബം. അപ്പം ഞാനിരുന്നോട്ട് പെട്ടെന്ന് നെറ്റി വിളിച്ചു, അങ്ങനെയാണോ? അപ്പം ഞാൻ എൻ്റെ അടുത്തിരുന്ന മാസ്റ്റർമാരോടൊക്കെ ചോദിച്ചു, അങ്ങനെയാണോ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ. അപ്പോൾ അയാൾ പിന്നെയും പറഞ്ഞിട്ട് അയാൾ പറയുക, ആർക്കെങ്കിലും ഇതിനകത്ത് വിയോജിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ കൈവെക്കാം. അപ്പോൾ ഞാൻ കൈവക്കി. എന്താ പറ? ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചിരിക്കുന്നത് ഗോഡ് ഫസ്റ്റ്, ഫാമിലി സെക്കൻഡ്, ദെൻ യുവർ മിനിസ്ട്രി എന്നാണ്. ആദ്യം ദൈവം, പിന്നീട് നിൻ്റെ കുടുംബം, പിന്നീട് നിൻ്റെ ശുശ്രൂഷ എന്നല്ലേ. ഉടനെ ആ പ്രീച്ചർ, അയാളൊരു വലിയൊരാളാണ്, അയാളോട് പെട്ടെന്ന് എന്തോ പറയുന്നത് പഠിക്കുന്ന എല്ലാവരും, ഈ പറഞ്ഞ ആളോട് നിങ്ങൾ യോജിക്കുന്നു? അപ്പോൾ ഞാനിങ്ങനെ അടുത്തിരുന്ന് എൻ്റെ പാസ്റ്റർമാരോടെല്ലാം നോക്കുകയാണ്. തിരുവനന്തപുരത്തുള്ള എല്ലാ പ്രമുഖ പാസ്റ്റർമാരും ഉണ്ട്. നമ്മൾ നിങ്ങളൊക്കെ ഒന്ന് പറ, അങ്ങനല്ലേ? അവരെല്ലാവരും ഒരു ഊളം ചിരിയും ചിരിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ പറഞ്ഞ പ്രീച്ചർ മിടുക്കനായി, അയാളുടെ പറഞ്ഞ വാദത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഞാനൊരു മണ്ടനെ പോലെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. എന്താ? ദൈവം കഴിഞ്ഞാൽ അടുത്ത എൻ്റെ ചുമതല എൻ്റെ വീട്ടിലാണെന്ന് ഞാനൊരു മണ്ടനെ പോലെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നുള്ളത് തോന്നി, ഇല്ല മോനെ, നീ പറഞ്ഞാൽ ശരി എന്ന് എൻ്റെ ഉള്ളിലൊരു ആശ്വാസം തോന്നി. പക്ഷെ ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. എനിക്ക് അതിശയം തോന്നി. ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു വേദിയിൽ, കുറച്ച് പേര് സംസാരിച്ചൊരു വേദിയിൽ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ കണ്ടവിടറി ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് ഞാനിത് പറഞ്ഞപ്പം ഒരു മനുഷ്യൻ എന്നെ സപ്പോർട്ട്. തിരുവനന്തപുരത്തുള്ള പ്രമുഖരായ എത്രയോ ദേവദാസന്മാരുണ്ടായിരുന്നു. അവരാരും ശരിയാ, ആ ദേവദാസൻ പറഞ്ഞത് ശരിയാ. അന്ന് ഞാൻ ദേവദാസനൊന്നുമല്ലോ, കൊച്ചു പയ്യനാണ്, അവരർത്ഥത്തിൽ ശുശ്രൂഷയിലേക്ക് വരുന്ന കാലമാണ്. ആരും ഞാനാ പറഞ്ഞത് അംഗീകരിച്ചില്ല. പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ദൈവം ആദ്യം, രണ്ട് നമ്മുടെ കുടുംബ ഉത്തരവാദിത്വങ്ങൾ. അപ്പോൾ കുടുംബത്തിൽ നല്ലോണം ഓർക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ 16-ാം അധ്യായം 30-ാം വാക്യത്തിൽ, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എന്തോ അവിടെ അപ്പോസ്തലൻ ഉത്തരം പറഞ്ഞത് 31-ാം വാക്യം, നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അതിൻ്റെ അർത്ഥം ദൈവത്തിന് നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, അത് മറക്കരുത്. അതുകൊണ്ടാണ് യേശു ആ ക്രൂശീകരണ സമയത്ത്, യേശു ആ കുരിശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ ഇസ്രായേൽ പുത്രിമാരെല്ലാം കൂടെ അവിടെ നിന്നുകൊണ്ട് എന്താ കരഞ്ഞത്? യേശുവിനെ ചൊല്ലി കരയുക. അപ്പോൾ യേശു അവിടെ തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തോ പറഞ്ഞ്, എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണം. അതിൻ്റെ അർത്ഥം നമ്മൾ ആരെയാണ് ചൊല്ലി കരയേണ്ടത്? ഞാൻ പറയട്ടെ, ഇന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ഓലോലം കണ്ണീര് ഒഴുക്കുകയാണ്. എടേ, അത് ഒഴുക്കിക്കോ, പക്ഷേ അതിനേക്കാളും മുമ്പേ നിൻ്റെ മക്കൾക്ക് വേണ്ടി ഒഴുക്കുക. മക്കൾ താന്തോന്നികളായിട്ട് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇയാൾ നശിച്ചു പോകുന്ന ജനകോടികൾക്ക് വേണ്ടി ഒഴുക്കിക്കൊണ്ടിരിക്കുക. ആദ്യം വീട്ടിൽ ഇരുന്ന് മക്കൾക്ക് വേണ്ടി ഒഴുക്കുക. ചിലപ്പോൾ മക്കൾക്ക് അപ്പനമ്മയും വേണ്ട സമയത്ത് അപ്പനമ്മയും വീട്ടിൽ കാണണമായിരുന്നു. നിങ്ങൾക്കറിയാമോ ഏറ്റവും റിബല്യസ് ആയിട്ടുള്ള യങ് മെൻ ആരാന്നറിയാമോ? ഹിന്ദിയിൽ അമിതാഭ് ബച്ചനെ പറ്റി പണ്ട് പറയും, ദി ആംഗ്രി യങ് മാൻ. പക്ഷെ ഞാൻ കണ്ടിട്ടിരിക്കുന്ന ഒത്തിരി ആംഗ്രി യങ് മെൻ ആരാന്നറിയാമോ? പാസ്റ്റേഴ്സ് ചിൽഡ്രൻ. അറിയാമോ? എന്നോട് ചില പാസ്റ്റർമാരുടെ ആൺമക്കൾ, പെൺമക്കളുടെ ആരും എനിക്കറിയത്തില്ല, ആൺമക്കൾ എന്നോട് എത്ര ഇങ്ങനെ പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞങ്ങളുടെ പപ്പായ വേണ്ടുന്ന സമയത്ത് പപ്പ വീട്ടിൽ ഇല്ലായിരുന്നു, പപ്പ അങ്ങ് പ്രസംഗമെന്ന് പറഞ്ഞ് സൂസൈഡ് വേലയിൽ നിന്ന് ട്രാക്ട് കൊടുത്തുകൊണ്ട് അല്ലേ നോർത്ത് ഇന്ത്യയിലും ഒക്കെ പോകുമായിരുന്നു. എനിക്ക് പപ്പായ വീട്ടിൽ വേണ്ട സമയത്ത് പപ്പ ഇല്ലായിരുന്നു. എൻ്റെ സ്കൂളിൽ ഒരിക്കൽ പോലും പപ്പ വന്നിട്ടില്ല. എനിക്ക് എൻ്റെ മമ്മിക്കും വീട്ടിൽ പപ്പ വേണ്ടുന്ന സമയത്ത് പപ്പ ഇല്ലായിരുന്നു. അവിടെ എനിക്ക് പപ്പയോട്ട് ദേഷ്യം, വെറുപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാണ്ട് വൈരാഗ്യം കാണിക്കുന്ന മക്കളെ എനിക്കറിയാം. അതിൻ്റെ അർത്ഥം ആ അപ്പൻ്റെ അപ്പോഴത്തെ ചുമതല വീട്ടിലിരുന്ന് തന്നെ ചില കാര്യങ്ങൾ നോക്കേണ്ടിയായിരുന്നു. എന്നോട് കണ്ണീരോടെ ചില പാസ്റ്റർമാർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട് നോക്കിയില്ല പാസ്റ്ററെ, ഞാൻ അന്നത്തെ ആവേശത്തിൽ ഞാൻ ഈ പറഞ്ഞ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം കാരണം ഞാൻ ഈ കാടും മലയും കടന്ന് ഇങ്ങനെ അങ്ങ് പോവുമായിരുന്നു. വീട്ടിൽ വല്ലപ്പോഴേ വരത്തുള്ളൂ, വരുമ്പോൾ തന്നെ പാതിരാത്രിക്കാണ് വരുന്നത്. എൻ്റെ മക്കളെന്നെ കാണത്തുപോലുമില്ല. അടുത്ത് പറ്റി എൻ്റെ മക്കൾക്ക് എന്നോട് ഒരു ബന്ധവുമില്ല, അവർക്കെന്നോട് ഒരു സ്നേഹവുമില്ല, അവർക്ക് ആർക്കും ഈ പുസ്തകം എടുക്കാൻ ഇഷ്ടമില്ല. അവരിന്ന് ഈ പറഞ്ഞ ലോകത്തിൻ്റെ മക്കളായിട്ട് അവർ മാറി. പക്ഷെ അന്ന് ഞാൻ ഈ ഓടിയതിന് പകരം ഒന്ന് വീട്ടിലിരുന്ന് എൻ്റെ മക്കളോടൊപ്പം സമയം ചെലവഴിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മക്കളെങ്കിലും എനിക്ക് നേടാൻ പറ്റിയേനെ. സത്യമാണോ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ അനുദപിക്കുന്ന വിലപിക്കുന്ന എത്രയെങ്കിലും പേരെ എനിക്ക് നേരിട്ടറിയാം. ഇനിയൊരു സത്യം കൂടെ പറയട്ടെ. ഞാൻ നേരത്തെ നിങ്ങളുടെ പാസ്റ്റർ പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി പാസ്റ്റർമാരുമായിട്ടൊരു ബന്ധം ദൈവം തന്നിട്ടുണ്ട്, പല പട്ടണങ്ങളിലും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും. പക്ഷെ അനേക പാസ്റ്റർമാരോട്ട് പോയി ഞാൻ ഈ ഉള്ളു തുറന്ന് സംസാരിക്കുമ്പം, പ്രത്യേകിച്ച് അവരോടൊക്കെ പോയി താമസിക്കുമ്പോൾ രാത്രിയൊക്കെ അവരിന്ന് സംസാരിക്കും.
ഭക്ഷണം കഴിഞ്ഞിട്ടൊക്കെ അവരോട് ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഇന്ത്യയിലുള്ള പല പ്രമുഖരായ ദേവദാസന്മാർ അവരെന്നോട് കണ്ണീരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി, അതുകൊണ്ട് എന്ത് പറ്റി, ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇന്ത്യയിൽ പേരെടുത്തൊരു ദേവദാസൻ, അദ്ദേഹം കേരളത്തിലും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പേര് പറയാൻ നിങ്ങളൊക്കെ അറിയും, വലിയൊരാളാണ്, ഞാൻ വളരെ മാനിക്കുന്ന ഒരു ദേവദാസനാണ്. വടക്കേണ്ടിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തൊരിക്കൽ ഞാനും ഒരു ചെറിയ ടീമായിട്ടൊരിക്കൽ പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങൾ ആ യോഗങ്ങൾ വളരെ അനുഗ്രഹമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു പയ്യൻ മുടിയൊക്കെ നീട്ടിയൊരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഇങ്ങനെ അതിലേ നടക്കുന്നുണ്ടായിരുന്നു പുറത്തോടൊക്കെ. അപ്പം ഞാൻ അവസാനം ആരുടെ ചോദിച്ചു, ഇത് ആരുടെ ഒരുത്തനൊരു മുടിയൊക്കെ വളർത്തി കിടക്കുന്ന ആരാ? കാരണം പറഞ്ഞു, ഇത് പാസ്റ്ററിൻ്റെ മോനാണ്. അത് ഞാൻ പറഞ്ഞു, പാസ്റ്ററിൻ്റെ മോനോ? ആ ഭയങ്കര റിബല്ല. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ മോനോ? ഇദ്ദേഹം ലോകമ്പാടുമുള്ള ചെറുപ്പക്കാരെ എല്ലാം വിളിച്ച് ഫയർ കൊടുക്കുന്ന പാർട്ടിയാണ്, പക്ഷേ തൻ്റെ മോനിങ്ങനെ തോന്നിയ പോലെ നടക്കുക. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, എനിക്കന്ന് രാത്രി കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭാരം, ഈ പയ്യനോട് സംസാരിക്കണം. അടുത്ത ദിവസത്തെ സെഷന് ഈ പയ്യൻ വന്ന് വെളിയിലിരുന്നൊരു കസേരയിട്ടിരുന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അന്ന് സംസാരിച്ച ദൈവവാനും എല്ലാം അവനെ ഒത്തിരി സ്പർശിച്ചു. രാത്രി ഈ പയ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്കിളിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ അവനെ ഞാനവനെ വിളിച്ചുകൊണ്ട് ആ തോട്ടത്തിലങ്ങ് മാറിയിരുന്ന് അവൻ പറഞ്ഞു, ആ പയ്യൻ പറഞ്ഞത്, എൻ്റെ പപ്പ ലോകം മൊത്തം ഓടി, പക്ഷേ എനിക്ക് എൻ്റെ പപ്പായ വേണ്ട സമയത്ത് എൻ്റെ പപ്പ വീട്ടിൽ ഇല്ലായിരുന്നു. എനിക്ക് അന്നോട്ട് പപ്പായുടെ ഒരു വൈരാഗ്യം കയറി. ഇന്നെനിക്ക് പപ്പായുടെ സ്നേഹം ഇല്ലാഞ്ഞില്ല, പപ്പായ ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്ക് പപ്പായുടെ ഒരു റിബല്യൻ ഉണ്ടാകത്ത്. ഞാൻ പറഞ്ഞ മോനെ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാനും ഒരു പാസ്റ്ററിനെ മോനെ, എനിക്കിത് മനസ്സിലാവും. അവനെ പറഞ്ഞ വല്ല വേദനയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു അനുതാപത്തിലേക്ക് കൊണ്ടുവന്നു. അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ പാസ്റ്ററെ പതുക്കെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ മോന് ഭയങ്കര ഒരു കയ്പ് പാസ്റ്ററോടുണ്ട്. പുള്ളി പറഞ്ഞു, എനിക്കറിയാം ബ്രദറെ, പക്ഷെ അവൻ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല, എന്തുവാന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഇച്ചിരി അവൻ തുറന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കുക, നാളെ ഞാൻ ബാക്കി സംസാരിക്കാം. എന്തുമായാലും ആ കഴിയുന്നതിന് മുമ്പ് അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ സെഷനിൽ ഒരു നല്ല ഡ്രമ്മറും കീബോർഡ് പ്ലെയറോ, പക്ഷേ അവൻ ചർച്ചയ്ക്ക് കയറത്തില്ല. അന്ന് ഞാൻ പറഞ്ഞു, വൈകിട്ട് മോനെ നീയാ ഇന്ന് ഡ്രം പ്ലേ ചെയ്യുന്നത്. അവൻ കയറി വന്ന് അടിച്ചു. സത്യം പറഞ്ഞാൽ അവൻ്റെ അടിയിൽ തന്നെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ജനം അങ്ങ് ഇളകി. ശരിക്കും പറഞ്ഞാൽ ഇവനെ സ്റ്റേജിൽ കണ്ടപ്പോൾ തന്നെ ജനം അങ്ങ് ഇളകി. കാര്യം അവർക്ക് സന്തോഷം, ദൈവമേ ഞങ്ങളുടെ പാസ്റ്ററിന് മോന്നാണ്ട് കയറി. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായിട്ട് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വന്നു. അവൻ എഴുന്നേറ്റ് ഞാൻ മൈക്ക് പോയി കൊടുത്തിട്ട്, മോനെ പാട്ട് ലീഡ് ചെയ്യാൻ പറഞ്ഞു. അവൻ കണ്ണീരോടുകൂടി കീബോർഡ് എടുത്ത് തന്ന് ഒരു പാട്ടങ്ങോട്ട് തുടങ്ങി, ഹിന്ദിയിലാണ്. ഒരു വലിയൊരു ഉണർവ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. ഇങ്ങനെ ഞാൻ സ്റ്റേജിൽ നിൽക്കുക, ആ പയ്യൻ ഇവിടെ നിന്ന് ലീഡ് ചെയ്യുക, ജനമെല്ലാം ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പം എൻ്റെ സ്റ്റേജ് ഇവിടെ ഇരിക്കുക പാസ്റ്ററിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളെല്ലാം അറിയും. അദ്ദേഹം നെടുമ്പാട് വീണ് പൊട്ടി 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 കരയുന്നു. എനിക്കിന്നും ഏറ്റവും ദൈവത്തോട് സന്തോഷമുള്ളത്, എന്നെ ആ വടക്കേന്ത്യയിൽ ആ സ്ഥലത്ത് കൊണ്ടുപോയത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഈ പയ്യനെ ഒന്നും നിരപ്പിക്കാനായിരുന്നു, ഈ അപ്പനെയും മോനെയും കൂടെ ഒന്നും നിരപ്പിക്കാനായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കുടുംബത്തെ അവഗണിച്ച് നമ്മൾ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചാൽ അപ്പം കുറച്ച് നാൾ ശുശ്രൂഷയൊക്കെ നടക്കും. ഇൻ ദ ലോങ് റൺ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ ഒരിക്കലും ദൈവഭാഗത്ത് എടുക്കാതെ അവർ റിബൽസായിട്ട് മാറിപ്പോയെന്നിരിക്കും. ഒരുപക്ഷെ രക്ഷിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഭർത്താവ് ആ ഇടയ്ക്കൊന്നും രക്ഷിക്കപ്പെടത്തില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. സോ ഡു നോട്ട് നിഗ്ലക്റ്റ് ഫാമിലി റെസ്പോൺസിബിലിറ്റി, അല്ലേ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും വേണ്ടി കരയുക. അടുത്തത്, പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പം എന്തുവാ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചേ? യോവേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്ത് സകലജനത്തിൻ മേലും ആത്മാവിനെ പകരും. ഈ വാഗ്ദത്വം ആർക്കുള്ളതാ? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. കണ്ടോ അവിടുത്തെ ശ്രദ്ധ, അവിടുത്തെ എംഫസിസ് ഉണ്ടോ? ഇറ്റ്സ് നോട്ട് ഫോർ യു അലോൺ, ഇറ്റ്സ് ഫോർ യുവർ ചിൽഡ്രൻ.